പോകേണ്ടി വന്നു, കാണേണ്ടി വന്നു, ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ നിർബന്ധിതമായും ചെയ്യേണ്ടി വന്ന കാര്യങ്ങളെ പറയാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ ഹാഡ് ടു എന്നാണ് യൂസ് ചെയ്യുക. ഹാഡ് ടു ചെയ്യേണ്ടി വന്നു എന്ന് പറയാൻ ഹാഡ് ടു ഡു. അപ്പൊ ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സബ്ജക്റ്റ് ഹാഡ് ടു V1 ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ എനിക്ക് അവിടെ പോകേണ്ടി വന്നു. ഐ ഹാഡ് ടു ഗോ there. ഐ ഹാഡ് ടു ഗോ there. അവൾക്ക് പഠിക്കേണ്ടി വന്നു. ഷീ ഹാഡ് ടു സ്റ്റഡി. അവൻ അവരെ വിളിക്കേണ്ടി വന്നു. ഹി ഹാഡ് ടു കോൾ them. ഹി ഹാഡ് ടു കോൾ them. ഇങ്ങനെ സബ്ജക്റ്റ് ഹാഡ് ടു ബേസ് ഫോം ഓഫ് ദ വെർബ് ഈ ലെവലിലാണ് സെന്റൻസ് ഫോം ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 മലയാളം സെന്റൻസസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ്. എനിക്ക് ഒറ്റയ്ക്ക് പോകേണ്ടി വന്നു. അപ്പൊ ഇവിടെ എനിക്ക് പോകേണ്ടി വന്നു. എനിക്ക് ഐ എന്ന് വരും. പിന്നെന്താണ്? ഹാഡ് ടു. ഐ സബ്ജക്റ്റ്, ഹാഡ് ടു. പോകേണ്ടി വന്നു എന്നാണല്ലോ. അപ്പോ ഗോ. ഐ ഹാഡ് ടു ഗോ ഒറ്റയ്ക്ക്. ഐ ഹാഡ് ടു ഗോ എലോൺ. അവൾക്ക് രാത്രി മുഴുവൻ പഠിക്കേണ്ടി വന്നു. അവൾക്ക് ഷീ ഹാഡ് ടു പഠിക്കേണ്ടി വന്നു എന്നാണല്ലേ. അപ്പോൾ സ്റ്റഡി. രാത്രി മുഴുവൻ ഓൾ നൈറ്റ്. അവൾക്ക് രാത്രി മുഴുവൻ പഠിക്കേണ്ടി വന്നു. ഷീ ഹാഡ് ടു സ്റ്റഡി ഓൾ നൈറ്റ്. ഇനി അവൻ 1 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു. ഇതെങ്ങനെ പറയുന്നു? കമന്റ് ചെയ്യൂ.